വാർത്തകൾ തുടരുന്നു. ആവാസ് യോജന ലൈഫ് ഭവന പദ്ധതികളിൽ അനർഹർ കടന്നുകൂടിയതായും അർഹരായവർ തള്ളപ്പെട്ടതായും ആരോപിച്ച് സിപിഐഎം മറയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത 11 അർഹരായ കുടുംബങ്ങളെ പദ്ധതികളിൽ നിന്ന് പരിഗണിക്കാതെ ഒഴിവാക്കിയതിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധമുയർന്നത്. ആവാസ് യോജന ലൈഫ് ഭവന പദ്ധതികളിൽ അനർഹർ കടന്നുകൂടിയതായും അർഹരായവർ തള്ളപ്പെട്ടതായും ആരോപിച്ച് സിപിഐഎം മറയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മറയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സീറോ ലാൻഡ് വിഭാഗത്തിൽ ഉൾപ്പെടേണ്ട ഭൂമി നിലവിൽ അനർഹരായ ചിലരുടെ കൈവശമാണെന്നും സമരത്തിൽ ആരോപണമുയർന്നു. വില്ലേജ് തലത്തിൽ അർഹരായവരെ ഉൾപ്പെടുത്തി കൃത്യമായ പരിശോധന നടത്തി അനീതി പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സിപിഐഎം മറയൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി അംബിക രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമരം സിപിഐഎം മറയൂർ ഏരിയ കമ്മിറ്റി അംഗം AS ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. பஞ்சாயத்திலே பஞ்சாயத்து ஆபீஸ் இருக்கக்கூடிய செக்ரட்டரி இருக்கக்கூடிய ரூமர் புறம்போக்கல் இருக்குது, ரோடு புறம்போக்கல். அப்படி அந்த புறம்போக்கிலே நாங்கள் ஒரு மூலையில் இந்த போராட்டத்தை ஒரு தொடர் போராட்டத்தை மறையூர் வில்லேஜ் ஆபீஸிலும் மறையூர் பஞ்சாயத்து ஆபீஸ் முன்பும் நடத்துவதற்கு வேண்டிய இக்கட்டான சூழ்நிலையை நீங்கள் ஏற்படுத்தாமல் இங்கே வந்திருக்கக்கூடிய இந்த காரியங்களை பரிசோதித்து நீதிபூர்வமான தீர்மானங்களை எடுப்பதற்கு நீங்கள் தயாராக வேண்டும். കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മറയൂർ ഏരിയ പ്രസിഡന്റ് ജെയിംസ് മാത്യു, സിപിഐഎം മറയൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി അണ്ണാദുരെ, മറയൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി S ചന്ദ്രൻ, KSKTU മറയൂർ ഏരിയ സെക്രട്ടറി ചന്ദ്രൻ, കർഷക സംഘം ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു തോമസ്, ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി രാമു എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി കന്യകാസേൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മറയൂർ.